നമസ്കാരം. ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. വോട്ട് ചോരി എന്ന ആരോപണം പ്രതിപക്ഷം ശക്തമായി ഉന്നയിക്കുമ്പോൾ BJPയെ 2014 കേന്ദ്രത്തിൽ അധികാരത്തിലെത്തിക്കാൻ നിർണായകമായ കരുനീക്കങ്ങൾ നടത്തിയ ഇലക്ഷൻ തന്ത്രജ്ഞനായ പ്രശാന്ത് കിഷോർ ജൻസൂരജ് പാർട്ടിയെ കോൺഗ്രസിലേക്ക് ലയിപ്പിക്കാൻ നിർണായക നീക്കം നടത്തുകയാണ്. പ്രിയങ്ക ഗാന്ധിയുമായി കൂടിക്കാഴ്ച നടത്തി ഔദ്യോഗിക തീരുമാനം അറിയിക്കും എന്നാണ് പ്രശാന്ത് കിഷോർ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. ഒന്നാലോചിക്കൂ, ബീഹാറിൽ വോട്ട് ചോരിയുമായി ബന്ധപ്പെട്ട ആരോപണം ഏറ്റവും ശക്തമായി തെളിവ് സഹിതം പ്രതിപക്ഷത്തിൻ്റെ മുന്നിൽ നിന്ന് തന്നെ അവിടെ പറയാൻ പ്രശാന്ത് കിഷോർ തയ്യാറായി. പ്രശാന്ത് കിഷോറിൻ്റെ ജൻസൂരജ് പാർട്ടി വോട്ട് ഷെയറിൽ വലിയ രീതിയിലുള്ള ഒരു നേട്ടമൊന്നും നേടിയില്ലെങ്കിൽ പോലും അദ്ദേഹത്തിന് നേടിയെടുത്ത വോട്ട് ഷെയർ അത് സാമാന്യം ഒരു 10-15 സീറ്റുകളെങ്കിലും വിജയിക്കാൻ, കൺസോൾഡേറ്റ് ചെയ്താൽ വിജയിക്കാൻ കെൽപ്പുള്ള രീതിയിലായിരുന്നു. ഇത് കൃത്യമായി ഇന്ത്യ മുന്നണിയിലേക്ക് എത്തിയിരുന്നെങ്കിൽ അത് സീറ്റുകളാക്കി തന്നെ മാറ്റാൻ കഴിയുമായിരുന്നു എന്നതായിരുന്നു ഇപ്പോൾ കോൺഗ്രസ് നേതൃത്വവും വിലയിരുത്തുന്നത്. പ്രശാന്ത് കിഷോറിനെ ഉത്തർപ്രദേശിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിലും ശക്തമായി കോൺഗ്രസ് അവിടെ ഇലക്ഷൻ തന്ത്രത്തിന് വേണ്ടി ഉപയോഗിക്കണം എന്നാണ് മുൻ സെക്രട്ടറി കൂടിയായ പ്രിയങ്ക ഗാന്ധി പറഞ്ഞിരിക്കുന്നത്. നിലവിൽ അവർ വയനാട് MP ആണ്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉത്തർപ്രദേശിൽ ഇന്ത്യ മുന്നണി നേടിയെടുത്ത ചരിത്ര നേട്ടം അത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പുനരാവർത്തിക്കണമെങ്കിൽ പ്രശാന്ത് കിഷോറിനെ പോലൊരു ഇലക്ഷൻ തന്ത്രജ്ഞൻ കൂടി വേണം. വോട്ട് ഷെയർ വർദ്ധിപ്പിച്ചത് കൊണ്ട് കാര്യമില്ല. ഹരിയാനയിലോ മറ്റ് പല പ്രദേശങ്ങളിലോ വോട്ട് ഷെയർ കോൺഗ്രസിന് BJPയേക്കാൾ കൂടുതൽ ഉണ്ടായിട്ട് കാര്യമില്ല. സീറ്റ് ഷെയറിലേക്ക്, വിന്നബിലിറ്റിയിലേക്ക് മാറണമെങ്കിൽ അതിൻ്റെ രീതികൾ വ്യത്യസ്തമാണ്. ആ സാഹചര്യങ്ങളെ വിലയിരുത്തി തന്നെയാണ് പ്രശാന്ത് കിഷോർ എന്ന ഇലക്ഷൻ സ്ട്രാറ്റജിസ്റ്റിനെ കൂടി പാർട്ടിയിൽ ഉൾപ്പെടുത്താൻ തീരുമാനിച്ചിരിക്കുന്നത്. നമുക്കറിയാം, അദ്ദേഹം മുൻപ് BJPയുടെ സഖ്യകക്ഷിയായിട്ടുള്ള ഐക്യജനതാദൾ, അതായത് നിതീഷ് കുമാർ ഇപ്പോൾ ബീഹാർ ഭരിക്കുന്ന നിതീഷ് കുമാറിൻ്റെ പാർട്ടിയായ ഐക്യജനതാദളിൻ്റെ ദേശീയ ഉപാധ്യക്ഷനായിരുന്നു. പിന്നീടാണ് നിതീഷ് കുമാറുമായി തെറ്റിപ്പിരിഞ്ഞത്. പിന്നീട് പ്രശാന്ത് കിഷോർ വ്യത്യസ്ത പാർട്ടികളുമായി സഹകരിച്ചിട്ടുണ്ട്. ആം ആദ്മി പാർട്ടിയുമായും സ്റ്റാലിനുമായും ഒക്കെ സഹകരിച്ച് തെരഞ്ഞെടുപ്പിനെ ക്രോഡീകരിച്ചിട്ടുണ്ട്. പക്ഷേ ഇത്തവണ അദ്ദേഹത്തിൻ്റെ പാർട്ടി ഒന്നടങ്കം കോൺഗ്രസിലേക്ക് ലയിച്ച് അതേ രീതിയിലേക്ക്, അതായത് ഇന്ത്യ മുന്നണിയുടെ പൾസ് മനസ്സിലാക്കി ഈ രാജ്യത്തെ എങ്ങനെ ഇന്ത്യ മുന്നണിയെ തിരിച്ച് അധികാരത്തിലേക്ക് കൊണ്ടുവരാം, അതിന് ഏതൊക്കെ സംവിധാനങ്ങളാണ് ഉപയോഗിക്കേണ്ടത്, അതോ യുണൈറ്റഡ് പ്രോഗ്രസീവ് അലയൻസ് എന്ന സാധ്യതയെ മുൻനിർത്തി തന്നെയാണോ തെരഞ്ഞെടുപ്പിനെ നേരിടേണ്ടത്, ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ അവിടെ ബാക്കി നിർത്തുകയാണ്. ഏതായാലും ഉത്തർപ്രദേശിൽ 2027 നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. അതിനു മുമ്പുള്ള കേരളം, തമിഴ്നാട്, പശ്ചിമ ബംഗാൾ, അസം തുടങ്ങിയ സംസ്ഥാനങ്ങളിലേക്ക് നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പ്രശാന്ത് കിഷോറിനെ സ്ട്രാറ്റജിസ്റ്റായി ഉപയോഗിക്കുമോ ഇല്ലയോ എന്നുള്ളതും കാത്തിരുന്ന് കണ്ടറിയേണ്ടതാണ്. പക്ഷെ ഒരു കാര്യം മാത്രം ഇപ്പോൾ വ്യക്തമാവുകയാണ്. പ്രശാന്ത് കിഷോർ ഇന്ത്യ മുന്നണിക്കൊപ്പം നിന്നാൽ മാത്രമേ പോരാട്ടം കൂടുതൽ ഊർജ്ജസ്വലമാക്കാൻ കഴിയൂ. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കള്ളക്കളികൾ ഓരോന്നായി തെളിവ് സഹിതം പൊളിച്ചെടുക്കാൻ കോൺഗ്രസിനോടൊപ്പം പ്രശാന്ത് കിഷോർ കൂടി ചേരുമ്പോൾ ഡബിൾ എഫക്റ്റ് ആയിരിക്കുമെന്നുള്ളതിൽ സംശയമില്ല.